നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം കേരളത്തിൽ ഇത്രയും ഗതികെട്ട, ഇത്രയും അതം പതിച്ച, തരംതാന്ന് പോയിട്ടുള്ള ഒരപ്പനെയും മകനെയും ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചുറ്റിയാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പൂഞ്ഞാറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കോമരങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കെൽപ്പില്ലാത്ത ലങ്ങേരാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരും, ഞാൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ വലിയ ഗീർവാണം മുഴക്കിയിരിക്കുന്നത്. അപ്പനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള വിവരക്കേടുമായിട്ടാണ് മകന്റെ ഒരു തേരോട്ടം. പുള്ളിക്കാരൻ ഈ ലവ് ജിഹാദും അല്ലെങ്കിൽ ഈ എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ തട്ടം ഇടുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ മാത്രമേ ഇവനെ പോലുള്ള പോഴന്മാർക്കൊക്കെ പറ്റത്തുള്ളൂ. മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞതുപോലെ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വെക്കുന്നത്. PC ജോർജിന്റെ സ്വന്തം വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇന്ദ്രത്തിൽ നോട്ട ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് നമ്മുടെ പൂഞ്ഞാർ കോമരം PC ജോർജ് അണ്ണന്റെ വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകുന്നത് 4-5 വോട്ടാ. ഒന്ന് PC ജോർജിന്റെ, ഒന്ന് മകന്റെയും, പിന്നെ ഭാര്യ, അതുപോലെ തന്നെ മരുമകളുടെ. ഇതിൽ കൂടുതൽ വോട്ട് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ വീടിന് ചുറ്റും കിടക്കുന്നത് മൊത്തം, എന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദികളാണ് മൊത്തം. നാഴികയ്ക്ക് 40 വട്ടം ഇവൻ വന്നിരുന്നുണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നില്ലേ. ആ ഒരു ജനസമൂഹമായതുകൊണ്ട് തന്നെ വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ് ഈ അപ്പനും മകനും ഇപ്പൊ BJPക്കാരുടെ മുന്നിൽ. കാരണം കേരളത്തിൽ ഒട്ടാകെ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ മുക്കിലും മൂലയ്ക്ക് വിട്ടു. ഇവിടെ അതായത് വോട്ട് പോലും കിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പോലും, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ, മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അല്ലെ. പല ഉസ്താക്കന്മാർ ഇപ്പൊ തൊപ്പി അഴിച്ചു വെച്ചിട്ട് താമരയുടെ തൊപ്പി എടുത്ത് വെച്ചുകൊണ്ട് നിന്നതൊക്കെ നമ്മൾ കണ്ടതാ. അതിന് പോലും കഴിവില്ലാത്ത, കഴിവുകെട്ട രണ്ട് വൃത്തികെട്ട പോങ്ങന്മാർ, ഈ രണ്ട് പോങ്ങന്മാരുടെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു ഷെയിം ഇനി നമ്മുടെ കേരളത്തിൽ കിട്ടാനുണ്ടോ? എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PC അപ്പിയും അപ്പിയുടെ മകനും കൂടെ പറയുന്നത് എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഈ തെരഞ്ഞെടുപ്പ് ശൈലിയിൽ എനിക്ക് വലിയ പരാതിയുണ്ട്. കാരണം ഇവിടെ രണ്ട് സ്ഥാനാർത്ഥി ഒരാൾ വോട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരാൾ വോട്ട് ചെയ്തത് വേറെ കാര്യം. ഇതൊക്കെ എന്തൊരു നിയമം ഇതുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ ഇവരൊക്കെ കാണിക്കണം. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യും, അതിന് അവകാശമില്ല. ഇത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത്, അത് വേറെ കാര്യം. പക്ഷേ നോട്ട വേണ്ട. ഞാൻ ചോദിച്ച ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ എല്ലാവരും നോട്ട ഇല്ലെന്നാണ്. രണ്ടുപേരും അവർക്ക് വോട്ട് ചെയ്യണം തന്നെ നിർബന്ധം. ഇത്ര ഒരു ജനാധിപത്യത്തിൽ വോട്ടവകാശം നോട്ടയാക്കാൻ അവകാശമുണ്ട്, അവസാദമാക്കാൻ അവകാശമുണ്ട്. അത് കൊടുക്കണം. വൃത്തികെട്ട സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. BJPക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അത് അപ്പോൾ അതായത് ചോദ്യം. BJP സ്ഥാനാർത്ഥി അപ്പോൾ ഞാൻ എവിടെ വോട്ട് ചെയ്യണം? പറ. നോട്ടയ്ക്കല്ലേ ചെയ്യാൻ പറ്റൂ? ഒരു നോട്ടയ്ക്ക് വോട്ടില്ല. എൻ്റെ മര്യാദ എന്താ? BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ ഞാനൊരു BJPക്കാരനെ എങ്ങനെ വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യും? പറ. അപ്പോൾ എനിക്ക് വോട്ട് രേഖപ്പെടുന്നത് അത് നോട്ടയ്ക്കല്ല രേഖപ്പെടുന്നത്. നോട്ടയില്ല, അതിൻ്റെ മര്യാദ എന്താ? മനസ്സിലായില്ല. അതിൻ്റെ മര്യാദ ഞാൻ ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് വേറെ കാര്യം. ഓക്കെ, താങ്ക് യു. ഇത്ര ഗതികെട്ട ഒരു മനുഷ്യൻ കേരളത്തിൽ ഇനി പിറക്കാനുണ്ടോ? സ്വന്തം വാർഡിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റത്തില്ല. നോട്ട ഇല്ല പോലും. നോട്ട ഇല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ, അതിൽ സംശയമൊന്നുമില്ല. അത് LDFനാണോ ചെയ്തത്, മാണി ഗ്രൂപ്പിനാണോ ചെയ്തിട്ടുള്ളത്, UDFനാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വോട്ട് ചെയ്തു എന്നുള്ളതാ. ഇത്രയും ഗതികെട്ട ഒരാൾ ഇനി കേരളത്തിൽ പിറക്കാനില്ല. ഇനി മകൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കണ്ടേ? അതാണ് നമ്മൾ കേൾക്കേണ്ടത് കേട്ടോ. അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈരാറ്റുപേട്ടയുടെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. വലിയ രീതിയിൽ SDPയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ശക്തമായ ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് 40-40 വോട്ടിക്കുള്ളിൽ നമുക്ക് കിട്ടില്ല BJP മത്സരിച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? BJP അവിടുത്തെ സാഹചര്യം ഇതാണ്, അല്ലെങ്കിൽ അവിടെ 90% ഇത്തരം SDP ജമാഅത്തെ ഇസ്ലാമി അനുകൂലമായ ഒരുപാടാണ്. അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പൻ്റെ അനിയനും അങ്ങനെ 3-4 വീടേ ഉള്ളൂ. അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു 15 വോട്ടോ 20 വോട്ടോ കിട്ടുമ്പോൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വരും PC ജോർജിന്റെ സ്വന്തം പാടി കിട്ടിയത് 15 വോട്ട് അല്ലേ? അപ്പൊ സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങൾ. അത് ഞങ്ങൾ സഹിച്ചോളാം, കുഴപ്പമില്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എങ്ങനെ ആരുമില്ലെന്നോ? അല്ല, ആരൊക്കെയോ ഉണ്ട്. ആരൊക്കെയാ? ഞാനും അപ്പനും, അപ്പന്റെ സഹോദരി സുഭദ്രയും,
BJP-യെ ഭരണത്തിലെത്തിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട BJP ദേശീയ നേതാവ് എന്ന് പറയുന്ന PC ജോർജിന്റെയും സംസ്ഥാന വൈസ് പ്രസിഡന്റായ മോന്റെയും ഗതിയെ സ്വന്തം വാർഡായ ഈരാറ്റുപേട്ട നഗരസഭയിലെ 27-ാം വാർഡായ ആനിപ്പടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ അല്ലെങ്കിൽ മരുന്നിന് അരയ്ക്കാനോ പോലും ആരുമില്ല. ഇവിടെ ആജന്മ ശത്രുവായ മാണിക്യൂപ്പിലെ ഫാത്തിമ മുജീബ് LDF സ്ഥാനാർത്ഥിയും ഫാത്തിമ അൻസർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ്. ജോസ് കെ മാണിക്കെതിരെ ഉറക്കത്തിൽ പോലും കാഞ്ചി വലിച്ചു പിടിക്കുന്ന ജോർജ് വിചാരിച്ചില്ല ഇവിടെ ജോസിന്റെ സ്ഥാനാർത്ഥി തന്നെ വരുമെന്ന്. അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് തീക്കട്ടയിൽ ഉറുമ്പ് കയറിയെന്ന് അറിഞ്ഞ ജോസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാണി ഗ്രൂപ്പ് തന്റെ വാർഡിൽ ജയിച്ചു കയറുന്നത് തനിക്ക് നാണക്കേടാവുമെന്ന് കണ്ടറിഞ്ഞാണ് കൈപ്പത്തിക്ക് കൈ കൊടുത്ത് വിജയിപ്പിക്കുവാൻ ജോർജും സംഘവും ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ജാള്യത കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ജോസ് കെ മാണി അപ്പനെ തല്ലിയതാണെന്നൊക്കെ വിളിച്ചുകൂടി ആക്ഷേപിച്ചതും പരിഹസിച്ചതും. അതുകൊണ്ടെന്താ സ്വയം ലീഫ്യനായി. കോട്ടയം ജില്ലയിൽ BJP-യുടെ സീറ്റ് വിതരണവും കച്ചവടവും ജോർജിന്റെ മകനായിരുന്നു. എന്നാൽ ഇവർ സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് BJP-ക്കാർ അറിയുന്നത് നോമിനേഷൻ സമർപ്പണത്തിന്റെ അവസാന സമയവും കഴിഞ്ഞാണ്. ജോർജ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ BJP-ക്ക് ജോർജിന്റെയും ഭാര്യയുടെയും മകന്റെയും വോട്ടുകളെ കിട്ടൂ. ജോസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യും. ജോർജ് മകനും BJP നേതൃത്വത്തിന് മുന്നിലും സ്വന്തം വാർഡിലും സമൂഹത്തിലും നാണം കിട്ടുമെന്ന് തന്നെ പറയും. അച്ഛനല്ല ദൈവം തമ്പുരാൻ വൃത്തികേട് അടിച്ചാൽ വൃത്തികേടാന്ന് പറയും PC ജോർജ്. അത് കഴിഞ്ഞുള്ള പിന്തുണ മതി. മനസ്സിലായോ? ഒരു വൈദികനായതുകൊണ്ട് അത്ര കൊണ്ട് നിർത്തുന്നു. മര്യാദയ്ക്കുന്ന അദ്ദേഹത്തിന് കൊള്ളാം. വൈദികനാണ് എന്ത് ചെയ്യാവും? വൈദികൻ ആത്മീയത നോക്കേണ്ടവനാണ്. ആത്മീയമായി കുർബാന ചൊല്ലുകയും കുമ്പസാരിപ്പിക്കുകയും വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടവനാണ്. അത് ചെയ്തോണം അച്ഛന്മാർ. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും ക്ഷമിക്കും, അല്ലാത്ത മറ്റു പ്രവർത്തനമായിട്ട് പോയാൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ, എനിക്ക് ചിരിക്കാൻ വയ്യേ. ഇത്ര ഗതികെട്ടവന്മാർ കേരളത്തിലുണ്ടോ? സത്യത്തിൽ BJP-ക്ക് പോലും അപമാനമാണ് ഈ രണ്ട് സാധനങ്ങൾ കേട്ടോ. സ്വന്തം വാർഡിൽ പോലും, അതും കോട്ടയം ജില്ലയിലെ BJP-യുടെ മെയിൻ നേതാവ് കൂടിയായിട്ടുള്ള BJP-യുടെ കരുത്തുറ്റ ഷോൺ ജോർജ് ഈ ഇലക്ഷനിൽ ഓരോ വാർഡിൽ സീറ്റ് വിഭജിക്കുന്നതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടുള്ള ആ പോടന് പോലും ഒരു സീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒന്ന് നിർത്തി, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നല്ലോ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒന്ന് നിർത്തിയിട്ട് ഒരു 10 വോട്ടെങ്കിലും അന്തസ്സോടുകൂടി മേടിക്കാമായിരുന്നു അല്ലേ? ഇതിപ്പോൾ നോട്ടയ്ക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റാതെ ശത്രുക്കൾക്ക് കൊണ്ടുപോയിട്ടാണ് നമ്മുടെ PC മാമൻ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നാളെ ചോദ്യം വരും. എന്താണെങ്കിലും ഇത്ര ഗതികെട്ട രണ്ടെണ്ണം നമ്മുടെ കേരളത്തിൽ ഇനി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അപ്പനും മകനും കൂടെ ഉണ്ടാക്കി തരുന്നുണ്ട്. അത് കണ്ട് നമുക്ക് ചിരിച്ചാസ്വദിക്കാം. നാളെ എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാണ്. ആരൊക്കെ എവിടെയൊക്കെ ജയിക്കും എന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ലൈവായിട്ട് തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകാം. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും